ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഫസ്റ്റ് ഒരു പാർട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂർ പോയതിൻ്റെ. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കടയൊക്കെ തപ്പി നടന്നപ്പോഴാണ് ഒരു കട കണ്ടതും. അവിടുന്ന് സാധനം വാങ്ങുക, അതിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് കഴിക്കുക, അങ്ങനെയാണ് അവിടെ എല്ലാം. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞ് എന്തായാലും അവിടുത്തെ കടകളൊക്കെ തുറന്ന് വരണമെങ്കിൽ 10, 10:30, 11 മണിയാവുമെന്ന്. അപ്പോൾ ഞങ്ങൾ അത്രയും നേരം കുഞ്ഞിനെയും കൊണ്ട് അവിടെ കാത്തിരിക്കേണ്ടല്ലോ. അപ്പോൾ റൂം എടുത്തിട്ട് റെസ്റ്റ് എടുത്തിട്ട് സാധനം വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ റൂം തപ്പി നടന്നിട്ട് ഫ്രണ്ടിൽ ലോഡ്ജ് എന്ന് എഴുതിയിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോൾ അവിടെ എന്തോ പണി നടക്കുന്നു. ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, ഉള്ളിലോട്ട് പോകുമ്പോൾ ഇരുട്ട്. പിന്നെ ഞങ്ങളിനി പെട്ടെന്ന് ഇറങ്ങി വന്ന് പിന്നെ അതിൻ്റെ അടുത്തും പോയി. അവിടെയൊക്കെ പോയിട്ടും കണ്ട ഒരു ലോഡ്ജെന്നോ ഹോട്ടലിൽ നിന്നോ ഒന്നും തോന്നത്തില്ല. അങ്ങനെ എന്തായാലും അപ്പോഴേ കട തപ്പി തന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് ഇനി എന്തായാലും റൂം എടുക്കുന്നില്ല, ഒരു മണിക്കൂറൊക്കെ എങ്ങനെയെങ്കിലും പോക്കിയിട്ട് കടയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ ചില കടകളൊക്കെ തുറന്നു തുടങ്ങി. ലൈറ്റിൻ്റെ അങ്ങനെ ഓരോ സെക്ഷനായിട്ടാണ് ഇവിടെ ഹോൾസെയിൽ കട. ലൈറ്റ്, സ്വിച്ചുകൾ, അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. ഓരോ സെക്ഷനായിട്ട് ഇന്ന ഭാഗത്ത് തുണി, ഇപ്പുറത്ത് പാത്രക്കട, അങ്ങനെ ഓരോ വശമാണ്. ഞങ്ങൾക്ക് തുണിയല്ലേ എടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലോട്ട് നടക്കുമ്പോൾ നമുക്കിതിൻ്റെ മാലകൾ അതൊക്കെ കാണാം. അങ്ങനെ കുറേ കടകളൊന്നും തുറന്നിട്ടുമില്ല, വലിയ ആൾത്തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ല. എന്നാൽ നമ്മളവിടെ കയറി ചെല്ലുമ്പോഴേ നമുക്ക് കാർഡുകൾ, കടയിലെ കാർഡുകൾ കാര്യങ്ങളൊക്കെ തന്നുകൊണ്ടിരിക്കും. അതും നല്ല തണുപ്പാണ്. ഞങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുത്തുകൊണ്ട് വന്നില്ല. അങ്ങനെ ഞങ്ങളൊരു വലിയ ഡ്രസ്സാണ് കുഞ്ഞിന് ഇട്ട് കൊടുത്ത് തണുക്കാതെ. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഒരു കട അവർ നമ്മളെ വിളിച്ചുകൊണ്ട് കടയിലോട്ട് കയറി ഡ്രസ്സൊക്കെ നോക്കി. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട 2 ഇതായിട്ട് എടുത്തു. അവിടുന്ന് കുറച്ചെടുത്തു. പിന്നെ നമ്മൾ അടുത്തടുത്തോട്ട് പോയി അവിടുന്ന് കുറച്ചെടുത്ത്. നമ്മൾ ഒരു കടയിൽ നിന്ന് നമ്മൾ എടുക്കാൻ പാടില്ല. നമ്മൾ കുറേ കടകളിൽ കയറി ഇറങ്ങി അത് ചോദിച്ചും റേറ്റ് പറ്റിയതും എല്ലാം നോക്കിയിട്ടേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. കാരണം ആ സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ ഒരു ലോഡ് കടകളാണ്, ഒരു ലോഡ്. അപ്പം നമുക്ക് അവിടെ നിന്ന് ഫസ്റ്റ് കയറുന്നവരെ നമ്മൾ അപ്പോഴേ നമ്മളെല്ലാം റാഞ്ചി എടുത്തുകൊണ്ട് പോകുന്ന പോലെ വായോ നോക്കി എന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചുകൊണ്ട് കയറ്റി അവർ കുറേ കാണിച്ച് നമ്മളെ കൊണ്ട് അത് എടുപ്പിക്കാൻ നോക്കും. പക്ഷെ നമ്മളത് എടുക്കാനേ പാടില്ല. നമ്മൾ തുണിയും വിലയും കാര്യങ്ങളെല്ലാം സെറ്റായാൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അവരെ വാക്ക് കേട്ടിട്ട് അതിൽ വീഴാനേ പാടില്ല. അങ്ങനെ ഞങ്ങൾ തുണി സാധനങ്ങളൊക്കെ എടുത്തു. എന്നിട്ട് ഞങ്ങൾ വിചാരിച്ച് അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച്. കാരണം ഞങ്ങൾക്ക് ട്രെയിന് സമയം നോക്കിയപ്പോൾ എന്തോ 12:30, 1 മണിക്കൂർ ട്രെയിൻ കാണിച്ച കാരണം ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി എല്ലാ സാധനം വാങ്ങിച്ച് ഇറങ്ങിയപ്പോഴത്തേന് അത്യാവശ്യം റോഡിലെല്ലാം നല്ല തിരക്കായി തുടങ്ങി. എല്ലാ കടകളും ഓപ്പണായി തുടങ്ങി. ഈ കാണുന്ന എല്ലാം കൂടുതൽ ഹോൾസെയിൽ കടകളാണ്. പ്ലാൻ ചെയ്ത് പോയത് അവിടുന്ന് കമ്മൽ, വള അതൊക്കെ കണ്ട് വാങ്ങിച്ച് ഇട്ടൊക്കെ വരണമെന്നാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ നമുക്ക് സമയവും ഇതായില്ല. പിന്നെ ഞങ്ങൾ അന്ന് തന്നെ തിരിച്ച് വരാമെന്നുള്ള പ്ലാനിങ് ആയതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്നൊരു ഓട്ടോ വിളിച്ച് ഓട്ടോയിൽ കയറി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അതും തിരക്കും. അതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ കൂടി വണ്ടി എടുത്തുകൊണ്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കി അവർ. അങ്ങനെ ചെന്നിട്ട് നേരെ പോയി ഫുഡ് വാങ്ങിച്ച് ടിക്കറ്റ് കൊടുത്തിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയിന്ന് കഴിക്കാനുള്ള പ്ലാൻ ഇട്ടു. അങ്ങനെ അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്ത്. പിന്നെ കുഞ്ഞാണെങ്കിൽ അപ്പോഴേക്കും നല്ല ഉറക്കമായി, അവന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഉമ്മ വാരി തന്ന് ഇപ്പോഴത്തേന് ട്രെയിൻ വന്ന് കിടന്ന്. ആ പറഞ്ഞ ട്രെയിൻ ഇല്ലായിരുന്നു, 3:30യുടെ ട്രെയിൻ ആയിരുന്നുള്ളത്. അത്രയും നേരം അവിടെ വെയിറ്റ് ചെയ്ത് ട്രെയിൻ വന്ന് ഞങ്ങൾ കയറി. നല്ല തിരക്കായിരുന്നു ട്രെയിനിലെന്ന് പറഞ്ഞാൽ. എല്ലാവരും നമ്മൾ ഇരിക്കുന്നതിൻ്റെ അവിടെ വന്ന് നമുക്ക് കാല് ചവിട്ട് ഇരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആൾക്കാരായിരുന്നു. അങ്ങനെ പിന്നെ ട്രെയിനിലിരുന്ന് ചോളമൊക്കെ വാങ്ങിച്ച് കഴിച്ച് ഓപ്പോസിറ്റായിട്ട് കൊച്ചുങ്ങളെ കണ്ടുകൊണ്ട് മോൻ അവിടെ നിന്ന് അവരുമായിട്ട് കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് കുഴപ്പമില്ലാതെ തിരിച്ചെത്തി. അവിടെ ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈ വരെ 6 മണിക്കൂറായിരുന്നു. പക്ഷേ 6 മണിക്കൂർ എന്ന് പറഞ്ഞാലും 2 മണിക്കൂർ മുന്നേ ട്രെയിനിൽ കയറി ഇരുന്നു. ട്രെയിൻ വന്ന് പിടിച്ചിട്ടപ്പോഴേ കയറിയിരുന്ന് കുഴപ്പമില്ലാതെ തിരിച്ച് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബായ്.